കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ പറയുകയാണ്, കോൺഗ്രസിലെ എല്ലാ പ്രവർത്തകരെയും ഊറ്റിയെടുത്ത് ബി ജെ പിയിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ പത്മജയും ഇറങ്ങിയിരിക്കുകയാണോ? തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരെയാണ്. തൃശ്ശൂരിലെ പത്മജ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിക്കും തൃശ്ശൂരിൽ എന്നാദ്യം പറഞ്ഞത് പത്മജ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്മജയും അതുപോലെ പത്മജയ്ക്ക് എതിരായിട്ട് സുരേഷ് ഗോപിയും LDFിൽ നിന്ന് ബാലചന്ദ്രനുമാണ്. 3 പേരും കട്ടയ്ക്ക് നിന്ന ഒരു മണ്ഡലമായിരുന്നു. പത്മജ ഒരു 2000 ഒക്കെ വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ വിജയിച്ച LDF സ്ഥാനാർത്ഥി. തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കണം. അത് കഴിഞ്ഞ് പത്മജ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പത്മജയ്ക്കറിയാം, പത്മജ നേടിയ വോട്ടിലൊരു നല്ല പങ്കും സുരേഷ് ഗോപിയുടെ വോട്ടും ഒക്കെ ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ BJPക്ക് വലിയ ഇടം അവിടെ ഉണ്ട് എന്നുള്ളതാണ് പത്മജ തെളിയിച്ചിരിക്കുന്നത്. പത്മജ പറയുന്നത്, അവിടെ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം കുറേ കോൺഗ്രസ് പ്രവർത്തകർക്ക് BJPയിൽ അംഗത്വം കൊടുക്കുന്ന ചടങ്ങിലായിരുന്നു. രാജീവ് ചന്ദ്രശേഖറും അതിൽ സന്നിഹിതനായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്, എനിക്ക് BJPയിൽ പോയപ്പോൾ സ്ഥാനമൊന്നുമില്ലേ എന്നൊക്കെ. എന്തിന് സ്ഥാനം, എന്തിന്? അതൊക്കെ നമുക്ക് വരുന്ന വഴികളിൽ വന്നോളും. പക്ഷേ എനിക്ക് മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട് എന്നാണ് പത്മജ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ പാരവെപ്പും കുതികാൽ വെട്ടുമൊന്നും ഇല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. എവിടെങ്കിലും നിന്ന് കഴിഞ്ഞാൽ, മത്സരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തോൽപ്പിക്കണമെന്ന് ആ പാർട്ടിയിലുള്ളവർ തന്നെ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും പിന്നെ അതിനെ തരണം ചെയ്യാനായിട്ട് നമ്മൾ അധ്വാനിക്കേണ്ടിയും വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കോൺഗ്രസ് 3ാമതായിരുന്നു. അങ്ങനെ ഈ പത്മജ പറയുന്നുണ്ടല്ലോ, കോൺഗ്രസ് വരുന്ന ഇലക്ഷനുകളിലും 3ാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമോ? ഇല്ല, തൃശ്ശൂരിലെ കാര്യം വെച്ച് അത് സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 75,000 വോട്ട് ഭൂരിപക്ഷത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളാണല്ലോ. അതിൽ ഗുരുവായൂർ മാത്രമാണ് അല്പം പിറകിലേക്ക് പോയത്. ആ ഗുരുവായൂർ മണ്ഡലത്തിൽ മുരളീധരൻ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഈ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നില്ല. ഗുരുവായൂരിൽ അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ, ഗുരുവായൂർ ലീഗിൻ്റെ സീറ്റാണ്. ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നും പറയുന്നുണ്ട്. കാരണം മുരളീധരനെ എവിടെയെങ്കിലും നിന്നും മത്സരിച്ച് ജയിച്ചേ പറ്റുകയുള്ളൂ. ഇപ്പോൾ പലയിടങ്ങളിലും മുരളീധരനെ രക്ഷകനായിട്ട് കൊണ്ടുപോയി ഇപ്പം ഒരിടവും ഇല്ലാതെ നിൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ പത്മജ പറയുന്നത്, കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് എനിക്ക് യാതൊരു തരത്തിലുള്ള വേദികളും കിട്ടിയിട്ടില്ല. APCC ഓഫീസിൽ പോലും ഭാരവാഹിത്വം ഉണ്ടെങ്കിൽ പോലും അവിടെ നമുക്കൊരു ഇടം തന്നിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. എല്ലാ തരത്തിലും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യങ്ങൾ പറയാനുള്ള ഒരു ഇടം കൂടിയായി ഇത് മാറുകയാണെന്നാണ് പത്മജ പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തകരെ മുഴുവൻ ഞാൻ BJPയിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അതാണ് ഊറ്റിയെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ഞാൻ കരുണാകരൻ്റെ മകളാണ്, ലീഡറുടെ മകളാണ്, കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കും. ഈ കരുണാകരൻ ഗുരുവായൂർ ഭക്തനാണ്, ഒരു കുടുംബത്തോടെ ആശ്രിത വത്സരനാണ്. ആശ്രയിച്ച് വരുന്നവരെ സംരക്ഷിക്കുന്നതാണ് ഭഗവാൻ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞതുപോലെ അതേ സ്വഭാവമാണ് കരുണാകരനും ഉണ്ടായിരുന്നത്. കൂടെ നിൽക്കുന്നവരെയൊക്കെ എന്നും സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എൻ്റെ അച്ഛനെ പലരും മുൻപിൽ നിന്നും പിൻപിൽ നിന്നും കുത്തിയിട്ടുണ്ടെന്നാണ് പത്മജ പറയുന്നത്. പക്ഷെ ആ കുത്തിയവരെ അതെ, കരുണാകരൻ കൈപിടിച്ചു കൊണ്ടുവന്നവർ എത്ര പേരുണ്ട്. അവരെല്ലാം എവിടെങ്ങളിൽ വരെ എത്തി, അവസാനം തിരിഞ്ഞു കുത്തുകയും ചെയ്തു. അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പലരും കോൺഗ്രസിനകത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. പലരുടെയും കപട മുഖം വെളിപ്പെടുകയും ചെയ്യും. പക്ഷേ പത്മജ അതൊന്നും ചെയ്യുന്നില്ല. പത്മജ ഒരു ജനാധിപത്യ മര്യാദ അക്കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. അല്ല, ഈ തൃശ്ശൂരിലെ പ്രവർത്തകരെ മാത്രമാണോ, വീട്ടിലുള്ള ചേട്ടനെയും BJPയിലെത്തി? വരും. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അധികം വൈകാതെ തന്നെ മുരളീധരനും ഇനി വരും.
അത് ശോഭാ സുരേന്ദ്രനാണല്ലോ അന്ന് പത്മജയ്ക്ക് പിന്നെ മുരളീധരൻ മറുപടി ഏതാണ്ട് വലിയ വാഗ്വാദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ കൊടുത്തൊരു മറുപടി ഉണ്ടല്ലോ, അധികം വൈകാതെ മുരളീധർജിന്ന് വിളിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു നിർത്തി. അപ്പോൾ ആ ഒരൊറ്റ മറുപടി മതിയല്ലോ. അപ്പോൾ അതിൻ്റെ സാരം വൈകാതെ തന്നെ കൊണ്ടുവരും എന്നാണ്. ആദ്യം എനിക്ക് തോന്നുന്നു പത്മജ ഒരു സ്ഥാനത്തേക്ക് വന്നോട്ടെ, അധികം വൈകാതെ എത്തും. അധികം വൈകാതെ എന്ന് പറഞ്ഞാൽ 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊന്ന് പൂർണ്ണമാകട്ടെ. അവിടെ നമുക്ക് അതിൽ പിന്നെ കോൺഗ്രസ്സിലെ ഒരുപാട് പേരുടെ കാര്യങ്ങൾ, അവരുടെ ഭാവി അവിടെ വെച്ച് തീർച്ചപ്പെടുത്തും. കാരണം കാരണം ഒരുപാട് പേരുണ്ടല്ലോ സ്ഥാനമോഹികളായിട്ട്. പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2031 വരെ കാത്തിരിക്കണം. 2031 വരെ കാത്തിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ കോൺഗ്രസ് തീർന്നു കഴിയും. പിന്നെ പലർക്കും പ്രായമാകും. ചെന്നിത്തലയ്ക്ക് പ്രായം കൂടുകയാണ്. അപ്പോൾ ഇവരൊക്കെ പലരും തീർച്ചപ്പെടുത്തും. ഇപ്പം നമ്മൾ മുഖ്യമന്ത്രി പട്ടിക നോക്കിക്കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ മാറ്റിക്കൊടുക്കേണ്ട സാഹചര്യത്തിലാണ്. 5 വർഷത്തിനിടയ്ക്ക് എത്ര പേർക്ക് കൊടുക്കേണ്ടി വരും? പിന്നെ ലീഗ് നിപ്പുണ്ട് തൊട്ടു പിന്നാലെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പലരുടെയും ഭാവി തീർച്ചപ്പെടുത്തും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഉറപ്പായിട്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണമായിട്ട് തെളിയത്തില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും അത് പൂർണ്ണമായിട്ടും തെളിയാൻ പോകുന്നത്. വൻ നേതാക്കന്മാർ മുതൽ അക്കൂട്ടത്തിൽ വരും മുരളീധരനും. അപ്പോൾ ശ്രീത് ചോദിച്ചത്, ഈ മുരളീധരനും അതിലുണ്ടോ? ഉണ്ട്. തൃശ്ശൂർ മൊത്തത്തിൽ, തൃശ്ശൂരങ്ങ് എടുത്തത് സുരേഷ് ഗോപിയാണെങ്കിൽ പത്മജ കോൺഗ്രസ് പ്രവർത്തകരെ, തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ അങ്ങ് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എനിക്ക് തോന്നുന്നു തൃശ്ശൂരങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ് പത്മജയ്ക്ക്. കാരണം അവരുടെ തട്ടകമാണല്ലോ, കുടുംബത്തോടെ തന്നെ. കരുണാകരൻ്റെയൊക്കെ തട്ടകമായിരുന്നു. കരുണാകരനെ ജയിപ്പിച്ചിട്ടുണ്ട്, കരുണാകരനെ തോൽപ്പിച്ചിട്ടുമുള്ള ചരിത്രമുണ്ട്. വി രാഘവനോടാണ് കരുണാകരൻ തോറ്റത്. കരുണാകരൻ എന്നിട്ട് പിന്നെ ഒരു വല്ലാതെ വിഷണനായിരിക്കുന്ന ഒരു ചിത്രമാണ് പിറ്റേ ദിവസം മനോരമയിൽ വന്നത്. അത് കണ്ടിട്ട് ആൾക്കാർ, തൃശ്ശൂരിലെ ജനങ്ങളൊക്കെ പറയുമായിരുന്നു, അയ്യോ ലീഡർ ഇത്രയും ദുഃഖിതനാകുമെന്ന് അറിഞ്ഞിരുന്നില്ല, എങ്കിൽ പിന്നെ ലീഡർക്ക് തന്നെ വോട്ട് ചെയ്തേനെ എന്ന് പറഞ്ഞു. വി രാഘവൻ CPI പ്രഗത്ഭനായ നേതാവല്ലായിരുന്നു. അപ്പം ഇവിടെ ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ പത്മജ പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ BJP ആയിരിക്കും ഭരിക്കുന്നത് എന്ന് ഉറപ്പ് പറയുന്നു. തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരവും കൈയെത്തുന്ന ദൂരത്തിലാണ്. പക്ഷെ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയവും തൃശ്ശൂർ രാഷ്ട്രീയവും വ്യത്യാസമുണ്ട്. തൃശ്ശൂരിൽ ഒരു വിജയിച്ച രാഷ്ട്രീയമാണ്. വിജയിച്ച രാഷ്ട്രീയം. തിരുവനന്തപുരത്ത് ഇങ്ങനെ ജയിച്ചില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അത് എന്നാൽ A ക്ലാസ് മണ്ഡലവും BJP കൈവിടാതെ നോക്കിക്കൊണ്ടുപോകുന്ന മണ്ഡലവുമാണ്. അപ്പോൾ ഇതിനകത്ത് പത്മജ പറഞ്ഞിരിക്കുന്ന വാക്ക് വെറും വാക്കല്ല. കോൺഗ്രസ്സുകാർ ഒന്നടങ്കം BJPയിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാം. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ചിത്രം വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.